ആങ്സൈറ്റി അനുഭവിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഇതൊന്നും ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല കേട്ടോ. ഭഗവത്ഗീതയിലെ കൃഷ്ണൻ അർജുനന് നൽകുന്ന ഉപദേശങ്ങളാണ്. അശാന്തമായ മനസ്സ് നമ്മുടെ ശത്രുവും ശാന്തമായ മനസ്സ് നമ്മുടെ മിത്രവുമായിരിക്കും എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അതായത് ശാന്തമില്ലാത്ത മനസ്സ് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുകയും അവസാനം അത് ആങ്സൈറ്റി, പാനിക് അറ്റാക്സ് എന്നിവയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ശാന്തമായ മനസ്സോ അത് നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തായിരിക്കും. നമുക്ക് സമാധാനവും സന്തോഷവും നൽകുന്നതായിരിക്കും. അതിനാൽ തന്നെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആങ്സൈറ്റി ഇല്ലാതാക്കാനുള്ള ആദ്യത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ഭാവിയെ പറ്റിയിട്ടുള്ള ടെൻഷൻസോ അല്ലെങ്കിൽ കഴിഞ്ഞതിനെ കുറിച്ചിട്ടുള്ള റിഗ്രറ്റുകളോ ഇതൊന്നും ഇല്ലാതെ ഇപ്പോഴത്തെ മൊമെന്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. ഇനി രണ്ടാമത്തെ മാർഗം ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുക എന്നതാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നല്ലതോ ചീത്തയോ ആയിക്കൊള്ളട്ടെ, നാം ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രം ഫോക്കസ് ചെയ്യേണ്ടതാണ്. അതിൽ മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ഇനി മൂന്നാമത്തേത് വിശ്വാസമാണ്. അതായത് എന്തുണ്ടായാലും നല്ലതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാകുന്നത്, ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് വേണ്ടത്.